യേശുവീലൻ തോഴനെ കണ്ടേ എനിക്കെല്ലാമായവാനീ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ ചാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നോൻ എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാൽ ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലം മുഴുവൻ ഞങ്ങൾക്ക് നന്നായി ഉറങ്ങിക്കൊണ്ടിരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പ, നന്ദി. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നപ്പാ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരെ പ്രിയ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബ ജീവിതം, ഹല്ലേലൂയ. എൻ്റെ കർത്താവേ ആയിരിക്കുന്ന ഇടമെല്ലാം കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ തരട്ടെ കർത്താവ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ ദാനമാപ്പാ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാറ്റിലും ഉപരിയായി കർത്താവേ സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഹല്ലേലൂയ കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാം പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും ജോലികാര്യങ്ങളിലും വിശ്രമവേളകളിലും ഒക്കെയും സ്വർഗത്തിലെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. പരമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഒരുപോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്ന കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ആശുപത്രി മുറിക്കുള്ളിലൊക്കെ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. ഭവനത്തിൽ കിടക്കയിലായിരിക്കുന്നവരുണ്ടപ്പാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളുണ്ടപ്പാ. സമ്പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു. സൗഖ്യം അയക്കണേപ്പാ, പൊന്ന് സൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ കർത്താവെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ഹല്ലേലൂയ. ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പോൾ OIT IELTS പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ കർത്താവ്, കമ്മിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ കർത്താവെ. പ്രത്യേകിച്ച് മെഡിസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരെ അനുഗ്രഹിക്കണേ, അവരെ സഹായിക്കണേ, ആയിരിക്കുന്നത് സൂക്ഷിക്കണമേ. ശത്രു അവരെ കാണല്ലേ, ദുഷ്ട പിശാചി തുടരുതേ, അന്ധകാരത്തിനൊന്നും കടന്നിയല്ലാതെ സ്വർഗം കാത്തോണേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയും അപ്പോൾ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മറയ്ക്കണം. യഥാർത്ഥത്തിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലെന്നും പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, മാതാപിതാക്കൾക്ക് നന്മയും അനുഗ്രഹവും കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാക്കി എല്ലാ മക്കളെയും തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ജോലിയിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെയും സമർപ്പിക്കുന്നപ്പോൾ ജോലി ചെയ്യാനുള്ള കൃപയും ബലവും ആരോഗ്യം കൊടുത്ത് കാത്തോണേ. പല ബന്ധപ്പാടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ
കർത്താവേ, പലവിധ വേദനകളുടെ നടുവിൽ കൂടി ജോലി ചെയ്യുന്നവരെ അപ്പോൾ അവരെ സഹായിക്കണേ, അവരെ ആശ്വസിപ്പിക്കണേ, അവരെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമേ. എല്ലാ സങ്കടങ്ങളെ, ഭാരങ്ങൾ, അസ്വസ്ഥതകളിൽ നിന്നെല്ലാം അവരെ വിടുവിച്ച് സഹായിച്ച് കർത്താവേ ഒരു നല്ല ഭാവി ജീവിതം ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തോടെ കാത്തുകൊള്ളണേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കൊച്ചു തലമുറകളെയെല്ലാം വളർത്തി തന്നെ ബാലപിടിയിൽ നിന്നെല്ലാം വിടുവിച്ചോണേ, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാക്കി തീർത്തു കൊള്ളണമേ. കർത്താവ്, ഈ സമയം ഉപജീവനമാർഗ്ഗമില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്ഭുത വഴികളെ തുറന്നു കൊടുത്താട്ട് കർത്താവ്. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഹാലലി കർത്താവ്. എക്സാമൊക്കെയും എഴുതി പാസ്സായ മക്കളാപ്പാ. എന്നാൽ കാലതാമസങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കത്തവണ്ണം മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ അപ്പാ അവരുടെ കാര്യാദികളെ ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാം എൻ്റെ അപ്പൻ ചന്തമായും ഉചിതമായും ക്രമീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. ഹാലലുയ്യ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ സമയം വിവാഹപ്രായമായ ഞങ്ങളുടെ ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന വിവാഹപ്രായം കഴിഞ്ഞ മക്കളുമുണ്ടപ്പാ. എൻ്റെ തമ്പുരാൻ അവർക്ക് തക്ക തുണ ഒരുക്കണം, അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. സ്വർഗമേ, 2024 തീരുന്നതിന് മുൻപായിട്ട് ഹാലലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ സ്വർഗം ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ കർത്താവേ. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളായിരിക്കുന്നവരെ സൂക്ഷിക്കണം. ആമേൻ. എൻ്റെ അപ്പൻ്റെ വചനമുണ്ടല്ലോ കർത്താവ്, എൻ്റെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. നീ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുക. അത്യുന്നതിൻ്റെ ശക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലൊക്കെ നിഴലിടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലണമേ. അത്യന്തപരമായ ശക്തി ഒന്ന് നിഴലിടണം. ഹാലേലിയ കർത്താവ്. നല്ല തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ തക്കണം, ഭാഗ്യമൊരുക്കണമെന്നും പ്രാർത്ഥിക്കുകയാ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെയും കാത്തുകൊള്ളണമേ. മാസത്തേക്കോളം കൂടെ സുഖപ്രസവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണത്തോടെ ഭാരത്തോടെയൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ വിടുതലും ആശ്വാസവും നൽകി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയം ഹാലലുയ കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും നന്മകൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറയ്ക്കണമേ. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരും സ്നേഹം ലഭിക്കാത്തവരും സമാധാനവും ലഭിക്കാത്തവരുണ്ടപ്പാ. നീ കാണുന്ന ദൈവമാണല്ലോ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ഒന്ന് പകരണമേ. അവരോട് മനസ്സലിവും കരുണയും കാണിക്കണമേ കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളൊന്നും ഛിന്നഭിന്നമായി പോകാൻ അനുവദിക്കല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം മുഖാന്തരം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷത്തോടെ ജീവിപ്പാൻ അവസരം നൽകണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരുടെ നടുവിൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളും മാതാപിതാക്കളൊക്കെ ഉണ്ട് കർത്താവേ. യേശുവേ, ദാവീദുപുത്രാ, മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹാലലുയ. ഭവനമില്ലാത്ത മക്കളുണ്ടപ്പാ. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവേ. എൻ്റെ ദൈവമേ, തലയായിപ്പാൻ ഭവനം തന്നെ മക്കൾക്ക് നൽകണം. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണിയെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാനും ഭാഗ്യം ഒരുക്കണം അപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട്. സ്തോത്രം. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കും. നിശ്ചയമായവരെ മാനിക്കും. ഭവനമൊക്കെയും വിറ്റിട്ട് ഹാലലുയ്യ കർത്താവേ ഇരിക്കുന്ന മക്കളുണ്ട്. സ്തോത്രം, സ്തോത്രം. എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരവരെ ചേർത്ത് പിടിക്കണം. ആരുടെയും മുൻപിൽ ഹാലലിയ കർത്താവേ, ഹാലലിയ കൈനീട്ടുവാനോ മറ്റൊരു പ്രയാസവതികളോ ഉണ്ടാകാൻ അനുവദിക്കാതെ വണ്ണം സ്വസ്ഥമായി അവർക്ക് ഉറങ്ങുവാൻ തക്കണം. സ്വർഗം പിന്നെയും ഭവനം നൽകി അനുഗ്രഹിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടും സമാധാനത്തോടും കാത്തുകൊള്ളണമേ. സമ്പൽ സമൃദ്ധമായി നടത്തുവാൻ കഴിവുള്ള എൻ്റെ അപ്പൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക അപ്പാ. സ്തോത്രം. അങ്ങനെ ഭാരപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവരെ സമർപ്പിക്കുന്ന. സ്വർഗം സഹായിക്കണം. കടഭാരത്തിന് നടുവിൽ വലയുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇറങ്ങണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ. നന്ദി പിതാവേ. സ്തോത്രം. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രകളിൽ കൂടെ ഇരുന്ന് കൊള്ളണമേ. വഴിമധ്യേ പതിയിരിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകാൻ അനുവദിക്കാതെ കർത്താവേ, നിൻ്റെ ദൂതന്മാരാൽ ഓരോ മക്കളെയും കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ഞങ്ങളുടെ ഓരോ ഉപജീവനമാർഗ്ഗത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. എല്ലാം നന്മയും അനുഗ്രഹവും ഓരോ മക്കൾക്കും നൽകണമേ കർത്താവേ. സ്തോത്രം. അപ്പോൾ ആരുടെയും മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കൽ, ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ സമ്മതിക്കൽ. ഓരോ നിമിഷവും വേണ്ടുന്നത് കർത്താവ് തന്ന് പോഷിപ്പിക്കുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ സഹായിക്കണം. കഷ്ടനഷ്ടം കൂടാതെ തന്നെ മക്കൾക്ക് ജീവിപ്പാൻ സ്വർഗം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ കർത്താവ്. ഓരോ മക്കളുടെയും പോക്കലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും അപ്പച്ചൻ കൂടെ ഇരിക്കണം. ആപത്തനത്തിൽ നിന്നെല്ലാവരെയും വിട്ടുവിക്കുമാറാകണം. സൗഖ്യത്തോടെ കാത്തുകൊള്ളുമാറാകണം. ഹാലലുയ്യ. നന്ദി പിതാവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്ന കർത്താവേ. ഹാലലുയ്യ. ഭരണകൂടങ്ങൾക്കായി, ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഉത്തമമായ ഭരണങ്ങളൊക്കെ കാഴ്ചവെപ്പാൻ ഓരോ മക്കളെ സഹായിക്കണമേ.
ദൈവമായ കർത്താവെ, ഈ സമയം ഞങ്ങളുടെ രോഗികളെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. എല്ലാ രോഗങ്ങളെയും അറിയാവുന്ന കർത്താവ് അവിടുന്ന്, എല്ലാ അവസ്ഥയും അറിയാവുന്ന കർത്താവ് അവിടുന്ന്. അങ്ങ് മാത്രമാണ് മരുന്നും വൈദ്യനും. അങ്ങയുടെ കരമൊന്ന് ചലിപ്പിച്ചാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അങ്ങൊന്ന് നോക്കിയാൽ മതി കർത്താവെ, അങ്ങൊന്ന് തൊട്ടാൽ മതി, അവിടുന്ന് സൗഖ്യം വെളിപ്പെടുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും അറിയാം കർത്താവ്. ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ, രുചിച്ചറിഞ്ഞവരാ. നാഥാ, അങ്ങടുത്ത കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അൻപാർന്ന കരം നീട്ടുമാറാകണം. നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാ. ആ സൗഖ്യമൊന്ന് വെളിപ്പെടണമേ. ആശുപത്രി മുറികളിൽ ICUയിലും CCയിലും ഡെലിവറി റൂമിലും ഓപ്പറേഷൻ തിയേറ്ററിലുമൊക്കെ കിടക്കുന്നവരുണ്ട്. വെന്റിലേറ്ററിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാ മക്കളെയും ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാ. സൂക്ഷിച്ചേ മതിയാകൂ, സഹായിച്ചേ മതിയാകൂ. അപ്പൻ്റെ വിടുതൽ പ്രാപിച്ച ഭവനത്തിൽ എത്തിച്ചേർന്ന് സന്തോഷത്തോടെ ജീവിപ്പാൻ കൃപ നൽകണമേ എന്നടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ. കിടക്കയിലായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു നാഥാ. നീ എല്ലാം അറിയുന്ന കർത്താവാണല്ലോ. നീ അവിടുന്ന് സഹായിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. അപ്പോൾ കാഴ്ചയില്ലാതെ കേൾവിയില്ലാതൊക്കെ ആയിരിക്കുന്നവരുണ്ട്, കൈകാൾക്ക് ബലമില്ലാത്തവരുണ്ട്. അപ്പോൾ നീ അവിടുന്ന് സഹായകനായിരിക്കണമേ. തൻ്റെ മക്കളെ സംരക്ഷിക്കണമേ. പ്രത്യാശയോടെ ജീപ്പാൻ ഇട്ടയാക്കണമേ. ഒരു ഭാരമോ പ്രയാസമോ അവരെ അലട്ടുവാൻ അനുവദിക്കല്ലേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറയ്ക്കണം. നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണം. സ്തോത്രമെന്ന യാഗം അർപ്പിപ്പാൻ ഇടയാക്കുമാറാകണം. മഹത്വമേറെ സാക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കുമാറാകണം. എല്ലാ പ്രാർത്ഥന വിഷയത്തെയും അവൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.